ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുറേ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആരാന്ന് വെച്ചാൽ എൻ്റെ രക്ഷിതാക്കൾക്ക് 5 അമ്മായിമാരാണുള്ളത്. അതിൽ രണ്ടാമത്തെ അമ്മായിൻ്റെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വന്നതല്ലേ, എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് കടൽ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കടലുള്ളത്. അതുകൊണ്ട് തന്നെ നടന്നു പോകാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ പറഞ്ഞ് നടന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്കാണ്. ബ്ലൂ വേവ് എന്നാണ് പേര്. നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ. അങ്ങനെ കേസ് ഞങ്ങൾ നടന്നു പോവാണ്. അപ്പോൾ അമ്മായിൻ്റെ മക്കളൊക്കെ കുറച്ച് മുന്നിലെത്തിക്കണം കേട്ടോ. ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ കുറച്ച് ടൈം എടുത്ത്. അപ്പോൾ ആ സമയത്ത് അവർ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെറുതായിട്ട് ഞങ്ങൾ കുറച്ച് മുന്നിലായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ മദ്രസ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നപ്പോൾ ഇതാ ഞങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. അവരവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ പള്ളി. ഇപ്പോൾ പള്ളി മദ്രസയൊക്കെ എല്ലാവരും കണ്ടില്ലേ. നടന്നു പോകുമ്പോൾ ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ മെയിൻ റൂട്ടുമ്മ കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റൂട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു പറമ്പ് കൂടിയ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. ഞങ്ങളിതാ ആ വീടിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ പോയിട്ട് റൂട്ടുമ്മ കിടക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു പട്ടിക്കുട്ടി ഇരിക്കുന്ന കാരണം നിങ്ങൾക്ക് പേടിയായിട്ട് പിന്നെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ സൈഡിൽ കൂടിയാണ് ഞങ്ങൾ റൂട്ടുമ്മ കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേസ് നമ്മൾ വീണ്ടും റോട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ കടലൊക്കെ കാണാം കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടേക്കല്ല പോകേണ്ടത്, നമുക്ക് പാർക്കിലേക്കാണ് പോകേണ്ടത്. പാർക്കിലേക്ക് പോയാലാണ് കുട്ടികൾക്ക് കടൽ കാണാനും പറ്റും, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം നമ്മൾ നേരെ പാർക്കിലേക്കാണ് കേട്ടോ വിടുന്നത്. മൂന്നമ്മമാരും കുട്ടികളെ തൂക്കി അപ്പോൾ ഗെയ്സ് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു കല്ലുമല കയറിയിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ. അപ്പോൾ ഈ ഒരു സംഭവം കയറി ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരു മതിൽ കൂടി ചാടി കയറാനുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതാ കടൽ തീരത്ത് എത്തിയിട്ടുണ്ട് ഗെയ്സ്. ഇവിടെ ഇതാ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഈ മണലിലൂടെ നടക്കാൻ ഭയങ്കര റിസ്ക് ആട്ടോ. പ്രത്യേകിച്ച് കുറച്ച് ഹീലുള്ളതും കൂടി ആകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ചെരുപ്പൊക്കെ ഒരു കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ കടലൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടതിന് ശേഷം ഇനി നമ്മൾ കുട്ടികൾ കളിക്കുന്ന പാർക്കിൻ്റെ സൈഡിലോട്ട് പോവാണ് കേട്ടോ. രണ്ടും ഇടലുണ്ട്, അധികം ഷോർട്സ് തന്നെയാണ്.
ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ അമ്മായിൻ്റെ മക്കൾക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. അവരെ വീട് പൊന്നാനിയിലാണ്. അപ്പോൾ ഇവിടുന്ന് ബോട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ 6:45 ആവുന്ന ആ സമയത്താണ് ബോട്ടിൻ്റെ ടൈമുള്ളത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് അവർക്ക് ബോട്ടിൻ്റെ അടുത്ത് എത്തണം. അപ്പോൾ അവരേതായാലും പോക്കൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ ഇനി ഞങ്ങളും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും ഉദമോൾക്ക് ഒന്നുകൂടി ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞപ്പോൾ അവൾ കുറച്ച് സമയം കൂടി ഏതായാലും ഊഞ്ഞാലിരുത്തി ഒന്ന് ആട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നല്ല സൂപ്പറായിട്ട് പുൽക്കൂടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ടൈം ആണല്ലോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് എന്തായാലും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. മെയിൻ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ്. ഈ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന റിസോർട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു പോണ വഴി അവിടെയും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 6:45 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് റിസോർട്ടിൻ്റെ മുന്നിൽ നിന്ന് നേരെ നോക്കിയപ്പോൾ ഉള്ള വ്യൂ ആയിരുന്നു കേട്ടത്. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. അങ്ങനെ ഉദമോളും ഞങ്ങളെ മാമിൻ്റെ മോളും കൂടി ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ വാങ്ങിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെയൊക്കെ ഒന്ന് വെറുതെ ചുറ്റിക്കറങ്ങി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേന് തന്നെ ഐസ്ക്രീം വാങ്ങാൻ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോണത്. അങ്ങനെ നടന്നതാ ഞങ്ങൾ പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നടന്നാൽ ഞങ്ങളുടെ വീടെത്തും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു കടയാണ് കേട്ടോ. ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് സിപ്പപ്പും കൂടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.